എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി 136 സങ്കീർത്തനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ ആരംഭവാക്യം മാത്രം വായിക്കട്ടെ. സങ്കീർത്തനം 136:1. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും പുലരിയാണ് വീണ്ടും ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. 136 സങ്കീർത്തനം പ്രവർത്തന നിരതനായ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഹല്ലേൽ കീർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹൃദ്യമായി ആലപിക്കുന്ന, അതായത് പെസഹായിൽ യഹൂദന്മാർ ചേർന്ന് ആലപിക്കുന്ന ഇമ്പകരമായ കീർത്തനങ്ങളാണ്. ആശീർവാദത്തിന് മുൻപ് 136 സങ്കീർത്തനം ഗാന പ്രതിഗാനമായി ആലപിക്കും. ഈ സങ്കീർത്തനത്തിന് ദ ഗ്രേറ്റ് ഹല്ലേൽ എന്നാണ് പറയുന്നത്. ഇത് നവവത്സരാഘോഷത്തിലും പാടുന്നതാണ്. പെസഹ ആചരിച്ച നമ്മുടെ കർത്താവ് ഈ സങ്കീർത്തനം പാടിയ ശേഷമായിരിക്കണം ഗതസമനയിലേക്ക് പോയത്. മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു 14 അധ്യായം 26 വാക്യത്തിൽ, പിന്നെ അവർ സ്തോത്രഗീതം ആലപിച്ച ശേഷം ഒലിവ് മലയിലേക്ക് പോയി. 26 വാക്യങ്ങൾ ഉള്ള സങ്കീർത്തനമാണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ ധ്യാന വിഷയമായി എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവർത്തികളിൽ കൂടെയാണ് ദൈവത്തെക്കുറിച്ച് നമുക്കറിയാൻ കഴിയുന്നത്. ദൈവത്തെ പറ്റി കൂടുതൽ അറിയുമ്പോഴാണ് അവിടുത്തോടുള്ള നമ്മുടെ സ്നേഹവും ഭക്തിയും ആരാധനയും സ്തോത്രവും ഉയരുന്നത്. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് സദാ പ്രവർത്തന നിരതനായിരിക്കുന്ന ദൈവത്തെയാണ്. യഹൂദ ചിന്തകനായ ഫൈലോ എഴുതി, ദൈവം ഒരിക്കലും പ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അഗ്നിയുടെ സ്വഭാവം ദഹിപ്പിക്കുന്നതും മഞ്ഞുകട്ടയുടെ സ്വഭാവം മരവിപ്പിക്കുന്നതും ആയിരിക്കുന്നത് പോലെ പ്രവർത്തിക്കുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ദൈവം സൃഷ്ടിച്ച സൃഷ്ടി നിർവഹണത്തിന് ശേഷം വിരമിച്ച് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ഒരു നിമിഷത്തേക്ക് പോലും ദൈവം തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കുന്നില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുന്നു, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കാം. സൃഷ്ടിയും പരിപാലനവും വീണ്ടെടുപ്പുമെല്ലാം ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ജ്ഞാനത്തോടെ ആകാശത്തെ ഉണ്ടാക്കിയവൻ, ഭൂമിയെ വെള്ളത്തിന്മീതെ വിരിച്ചവൻ, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവൻ, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവൻ. 5 വാക്യം മുതൽ 9 വാക്യം വരെ അത് വായിക്കുന്നു. ആധുനിക ശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ സങ്കീർത്തനക്കാരന് അജ്ഞാതമാണ്. അദ്ദേഹം ജീവിച്ചത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. സൃഷ്ടിയെപ്പറ്റി അദ്ദേഹത്തിന് അറിയാവുന്നത് ഉൽപ്പത്തിയിലെ വിവരണമാണ്. അവിടെയുള്ള ക്രമവും വിവരണവും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഉൽപ്പത്തിയിലെ വിവരണത്തെ പുച്ഛിച്ച് പുറന്തള്ളുന്നവരുമുണ്ട്. അവർക്ക് ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളും ഉൾക്കാഴ്ചകളുമാണ് അടിസ്ഥാനം. ചിന്തകനും എഴുത്തുകാരനുമായ
ബെർട്രാൻഡ് റസലിനോട് സൃഷ്ടിയെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ദ യൂണിവേഴ്സ് ഈസ് ജസ്റ്റ് ദയർ, ദാറ്റ് ഈസ് ഓൾ. പ്രപഞ്ചം നിലനിൽക്കുന്നു എന്നല്ലാതെ മറ്റ് വിശദീകരണങ്ങളൊന്നുമില്ല. വേറെ ചിലരെ പ്രപഞ്ചത്തിന് ആരംഭമോ അവസാനമോ ഇല്ലാത്ത ഒന്നായി വിശദീകരിക്കുന്നു. പ്രപഞ്ചോൽപ്പത്തിയെപ്പറ്റി അത് യാദൃച്ഛികമായി ഉണ്ടായതാണ് എന്ന് പറയുന്നവരുമുണ്ട്. സങ്കീർത്തനക്കാരന് പൂർണ്ണ ബോധ്യമുള്ളത് പ്രപഞ്ചം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇന്നത്തെ പ്രശ്നം മറ്റൊന്നാണ്. ഇന്നത്തെ മനുഷ്യൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവനാണ്. റോബോട്ടുകളും കമ്പ്യൂട്ടറുകളും ഉപഗ്രഹങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ശില്പിയാണ്. ഈ സങ്കീർത്തനത്തിന് ഒരാൾ പാരഡി ഉണ്ടാക്കിയിട്ടുണ്ട്. വെളിച്ചങ്ങളെ ഉണ്ടാക്കുന്നവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ മഹത്വം എന്നേക്കുമുള്ളത്. ആകാശത്ത് നിന്ന് കൃത്രിമമായ മഴ പെയ്യിക്കുന്നവന്, രോഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നവന്, മനുഷ്യൻ്റെ ജനനത്തെ നിയന്ത്രിക്കുന്നവന്, ജീനുകളുടെ പൊരുത്തത്താൽ മനുഷ്യ സ്വഭാവം, ബുദ്ധി, ശരീര നിറം ഇവയെല്ലാം നിയന്ത്രിക്കുന്നവന് സ്തോത്രം ചെയ്യുവീൻ. ഈ വിധത്തിൽ ആധുനിക മനുഷ്യൻ്റെ കഴിവിനെ ചിത്രീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ ചെറുതാക്കി ചിന്തിക്കുന്നവരുമുണ്ട്. ഇവിടെ ഓർക്കാനുള്ളത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അനന്ത സാധ്യതകളുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ കുറെ കൂടെ വളരുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ശരിയായി ചിന്തിച്ചാൽ മനുഷ്യൻ ഒന്നും സൃഷ്ടിക്കുന്നില്ല. ദൈവം സൃഷ്ടിച്ച ലോകത്തിലെ വസ്തുക്കൾ ചില പുനർക്രമീകരണങ്ങൾ വരുത്തി മറ്റെന്തെങ്കിലും ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പറയാം, ഹെൻറി ഫോർഡ് മോട്ടോർ കാർ ഉണ്ടാക്കിയെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഫോർഡ് ചെയ്തത് എന്താണ്? ദൈവം സൃഷ്ടിച്ച വിവിധ വസ്തുക്കളെ ഒരുമിച്ച് ചേർത്ത് പുതിയ രൂപത്തിലും ഭാവത്തിലും സംവിധാനം ചെയ്യുക മാത്രമായിരുന്നു. ഒരു റഷ്യൻ ഡോക്ടർ മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഘടനയെപ്പറ്റിയും പ്രവർത്തന സംവിധാനത്തെപ്പറ്റിയും വിശദമായി പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി വൈദഗ്ധ്യം മനസ്സിലാക്കി ഈശ്വര വിശ്വാസിയായി തീർന്നു. എന്തെല്ലാം ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉന്നയിച്ചാലും വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന സത്യം ആത്യന്തികമായി നിലനിൽക്കും. അവിടെ പറയുന്നത് സകലത്തിൻ്റെയും സൃഷ്ടാവ് ദൈവമാകുന്നു എന്നാണ്. പ്രപഞ്ചത്തിന് ഒരാരംഭമുണ്ട്. അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചതാണ്. എന്നാൽ വേദപുസ്തക വിവരണങ്ങൾക്ക് ആക്ഷരിക വ്യാഖ്യാനം നൽകുന്നവർ പറയുന്നത് സൃഷ്ടി നടന്നത് BC 4000-ലാണെന്നാണ്. അത്തരത്തിലുള്ള വീക്ഷണങ്ങളോട് നമുക്ക് ശാസ്ത്രീയമായി ഇന്ന് യോജിക്കാൻ സാധിക്കില്ല. എന്തായാലും ദൈവം സൃഷ്ടിച്ച ലോകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായി നമ്മൾ ജീവിക്കുന്നു. ഉൽപ്പത്തിയുടെ വിവരണം അങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവമാണ് നമ്മുടെ സൃഷ്ടിതാവ്. അതുകൊണ്ട് നമ്മുടെ മേൽ സമ്പൂർണ്ണ അധികാരവും ആധിപത്യവും നിയന്ത്രണവും ദൈവത്തിനാണ്. സൃഷ്ടിയെ നോക്കി ദൈവത്തെ പഠിക്കാൻ, കാണാൻ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ സൃഷ്ടിതാവ് ദൈവമാകയാൽ നമ്മുടെ നിയന്ത്രിതാവും പരിപാലകനും ദൈവമാണ് എന്ന ചിന്തയോട് കൂടെ ജീവിപ്പാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആശയങ്ങളും നിലനിൽക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ സൃഷ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നു. സൃഷ്ടിയിലെ ഓരോ ഘടനയും ദൈവത്തെ സ്തുതിപ്പാൻ നമ്മെ ക്ഷണിക്കുന്നു എന്ന ബോധ്യത്തോടെ ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ അടിയങ്ങൾക്ക് ദാനമായി നൽകിയത് നന്ദിയോടെ ഓർത്തങ്ങയെ സ്തുതിക്കുന്നു.
ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകനും നിയന്ത്രിതാവുമാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു, തിരുമുഖത്തേക്ക് നോക്കുന്നു. ഇന്നത്തെ സകല ആവശ്യങ്ങളിലും ദൈവകൃപ പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ വർഷം നൽകണം. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു, ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും നിയന്ത്രണവും പരിപാലനവും നമ്മെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.